പ്രസിഡന്റും പാക് ആഭ്യന്തരമന്ത്രിയുമായ മോഹ്സിൻ നഖ്വിയിൽ നിന്ന് ട്രോഫി ഏറ്റുവാങ്ങാതെ ഇന്ത്യൻ ടീം. പാക് മന്ത്രി കൂടിയായ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനിൽ നിന്ന് കിരീടം ഏറ്റുവാങ്ങില്ല എന്നായിരുന്നു ഇന്ത്യൻ ടീമിന്റെ നിലപാട്. ഇന്ത്യ നിലപാടിൽ ഉറച്ചതോടെ ട്രോഫിയുമായി ACC ചെയർമാൻ മോഹ്സിൻ നഖ്വി ഗ്രൗണ്ട് വിട്ടു. ഓപ്പറേഷൻ സിന്ദൂർ ഓൺ ദ ഗെയിം ഫീൽഡ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലത്തെ മത്സരത്തെ പറ്റിയിട്ട് പറഞ്ഞതാണ്. സത്യത്തില് അതുതന്നെയല്ലേ നടന്നത്? ഇതിനെ ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറെ ആൾക്കാർക്ക് കുരുപൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ സാരമില്ല, കുരുപൊട്ടുന്നവരൊക്കെ കിടന്ന് കുരുപൊട്ടട്ടെ. അപ്പൊ ഇന്നലെ നമ്മളെയൊക്കെ മുൾമുനയിൽ നിർത്തിയിട്ടുള്ളൊരു മത്സരമായിരുന്നു. എന്തും സംഭവിക്കാം. പക്ഷെ ജയിക്കുക എന്നുള്ളത് നമ്മുടെ അഭിമാന പ്രശ്നമല്ല, നമ്മുടെ ജീവന്റെ പ്രശ്നം തന്നെയായിരുന്നു ജയിക്കുക എന്നുള്ളത്. കാരണം അവരോട് തോൽക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. എന്തിന്റെ കാരണത്താലാണെങ്കിലും ആ രാജ്യത്തോട് തോൽക്കാൻ നമ്മൾ ഇന്ത്യക്കാർ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇന്ത്യ തോറ്റു കാണാൻ ആഗ്രഹിക്കുന്ന കുറെ ഇന്ത്യക്കാർ ഇന്ത്യയുടെ അകത്ത് തന്നെ ഉണ്ടായിരുന്നു. അവർക്ക് ഇന്നലെ ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം, സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. ഇത് പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതാണ് സിറ്റുവേഷൻ. നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ ഡബിൾ സ്റ്റാൻഡ് കളിക്കുന്ന, അല്ലെങ്കിൽ രണ്ട് വള്ളത്തേൽ കാല് ചവിട്ടി വെച്ച് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അത് ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് തന്നെ നമ്മൾക്ക് ഏകദേശം വ്യക്തമായതാണ്. അവർക്ക് ഈ രാജ്യത്ത് നിൽക്കുകയും ചെയ്യണം, പക്ഷേ അയൽ രാജ്യത്തിന് കൊട പിടിക്കുകയും ചെയ്യണം. ഇവിടെയാണെന്നുണ്ടെങ്കിലും ചോറ് ഇവിടുന്നാണെന്നുണ്ടെങ്കിലും കൂറ് അവരോടാണ്. അത്തരക്കാർക്ക് തീർച്ചയായിട്ടും ഇന്നലെ ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം, അവരുടെ സമാധാനം പോയിട്ടുണ്ടാകാം. സമാധാനം പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെരി സോറി, ഇനി ഇതുപോലെ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇന്നലെ അവർ കപ്പ് വാങ്ങിക്കാൻ തയ്യാറായില്ല. പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രിയുടെ കയ്യിൽ നിന്ന് കപ്പ് ഞങ്ങൾക്ക് വേണ്ട എന്ന നിലപാടാണ് ഇന്നലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അംഗങ്ങൾ എടുത്തത്. ആ നിലപാടിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. ഇന്നലെ മാത്രമല്ല, ഈ ഒരു മത്സരത്തിൽ ത്രൂ ഔട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അംഗങ്ങൾ എടുത്ത നിലപാടുകൾ, അവരുടെ അഭിപ്രായം, അതിനോടൊക്കെ തന്നെ പൂർണ്ണമായിട്ട് ഞാൻ യോജിക്കുന്നുണ്ട്. അതായത് ഇന്നലെ ഈ ഒരു വിജയം നമ്മൾ സമർപ്പിച്ചത് പഹൽഗമിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അവർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോരാടിയ നമ്മുടെ പട്ടാളക്കാർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഇന്നലെ ആ ഒരു വിജയം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അംഗങ്ങൾ സമർപ്പിച്ചത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന്, അതായത് നമ്മുടെ രാജ്യത്തിനകത്തേക്ക് കയറി വന്ന് ഇവിടെയുള്ള ഒരു തെറ്റും ചെയ്യാതെ സാധാരണക്കാരെ ഉപദ്രവിച്ച ഒരു രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയുടെ കയ്യിൽ നിന്ന് കപ്പ് വാങ്ങിക്കണം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഭിമാനത്തിന്റെ പ്രശ്നമല്ലേ? അത് നല്ല ഉചിതമായിട്ടുള്ള ഒരു തീരുമാനമാണ്. അവര് നമ്മളെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മനഃപൂർവ്വം അത് നോക്കിയത്. എന്നിട്ട് അയാൾ ഇപ്പോൾ ആ കപ്പും കൊണ്ട് പോയിട്ടുണ്ട്. അങ്ങനെയാണല്ലോ, എത്ര തോറ്റാലും അവര് ജയിച്ചു എന്നാണല്ലോ അവരുടെ മീഡിയാസിൽ മുഴുവനായിട്ട് പറയുന്നത്. അപ്പോൾ ഏഷ്യ കപ്പും ജയിച്ചു എന്ന് പറഞ്ഞ് മീഡിയാസിന് മുമ്പിൽ കാണിക്കാനായിരിക്കാം കപ്പും കഷത്ത് വെച്ചുകൊണ്ട് പോയത്. ഇത്രയും നാണം കെട്ട വേറെ ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾക്ക് ആരോടും വിദ്വേഷമില്ല, നമുക്ക് ആരോടും വെറുപ്പില്ല, വൈരാഗ്യമില്ല, ഒന്നുമില്ല. നമ്മുടെ രാജ്യം എങ്ങനെയാണ്? എപ്പോഴും മറ്റു രാജ്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അയൽ രാജ്യത്തിന്റെ കാര്യത്തിൽ കയറി ഇടപെടാറുണ്ട്, ചൊറിയാൻ പോകാറുണ്ട്, വഴക്കുണ്ടാക്കാൻ പോകാറുണ്ട്, പ്രതിഷേധിക്കാൻ പോകാറുണ്ട്. പക്ഷെ ഇന്ത്യ എപ്പോഴും എങ്ങനെയാണ്? ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ സമാധാനം ആഗ്രഹിക്കുന്ന ഒരു രാജ്യം. എപ്പോഴും ഇന്ത്യ, നമ്മുടെ സമാധാനം നല്ല രീതിയിൽ ആഗ്രഹിക്കുന്ന വേറെ രാജ്യങ്ങളുണ്ട്. പക്ഷേ ലോക രാജ്യങ്ങളിലെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന മറ്റ് രാജ്യങ്ങളെ ഒക്കെ അപേക്ഷിച്ച് ഇന്ത്യയാണ് ഏറ്റവും സമാധാനപ്രിയര്. നമ്മൾ ആരെയും അങ്ങോട്ട് കയറി ചൊറിയാൻ പോകാറില്ല, ആരുടെയും കാര്യത്തിൽ ഇടപെടാൻ പോകാറില്ല, അനാവശ്യമായിട്ടുള്ള ഒരു പ്രശ്നത്തിനും നമ്മൾ ആരോടും പോകാറില്ല. പക്ഷേ നമ്മുടെ അടുത്ത് ഇങ്ങോട്ടാണ് എല്ലാവരും പ്രശ്നത്തിന് വരുന്നത്. അപ്പോൾ വളരെ സമാധാനത്തോടു കൂടിയിട്ട് സ്വന്തം രാജ്യത്തിന്റെ കാര്യം തന്നെ ആലോചിച്ച് മുന്നോട്ട് പോകുന്ന നമ്മുടെ രാജ്യത്തേക്ക് വെറുതെ കടന്നു കയറി വന്ന് ഇവിടെയുള്ള പാവങ്ങളെ ഉപദ്രവിക്കുന്നവരോട് നമ്മൾ എന്താ സൗഹൃദം സ്ഥാപിക്കണോ? കുറെ ആൾക്കാർ പറയും സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ല, അതില്ല, മറ്റേതില്ല. ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റിനെക്കാട്ടിലും ഒക്കെ ഏറ്റവും ഉയർന്നു നിൽക്കുന്നതാണ് രാജ്യസ്നേഹം. അത് പലരും മറന്നു പോകുന്നുണ്ട്. അതായത് പലർക്കും രാജ്യസ്നേഹമില്ല. അന്ന് കൈ കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഇന്ത്യൻ ടീം അംഗങ്ങളെ വിമർശിക്കാനായിരുന്നു ആൾക്കാർക്ക് കൂടുതലും താല്പര്യം, അല്ലാതെ അവരെ അഭിനന്ദിക്കാനായിരുന്നില്ല. അതിനുശേഷം പിറ്റേ മാച്ചിൽ എന്താണ് സംഭവിച്ചെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അവരുടെ റിയൽ മൈൻഡ് സെറ്റ് എന്താണെന്നുള്ളത് ഈ ഒരു മത്സരത്തിൽ ത്രൂ ഔട്ട് നമ്മൾ കണ്ടതാണ്. നമ്മളെ എങ്ങനെ പ്രകോപിപ്പിക്കണം, നമ്മളെ എങ്ങനെയൊക്കെ കളിയാക്കണം എന്നതായിരുന്നു അവരുടെ കോൺസെൻട്രേഷൻ. മാച്ചിലായിരുന്നില്ല. അതുകൊണ്ടാണ് അവർ തോറ്റ് തുന്നം പാടിയത്. വെറുതെ ഏഷ്യ കപ്പ് ഫൈനൽസിൽ വിജയിക്കുകയായിരുന്നില്ല. 3 തവണ
പാകിസ്ഥാനെ തോൽപ്പിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കപ്പ് നേടിയത്. അപ്പൊ നമുക്ക് അർഹതപ്പെട്ട കപ്പ് നമുക്ക് തന്നെ കിട്ടണം. എടുത്തോണ്ട് പോയ ആളുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ച് നമുക്ക് തരേണ്ട ഉത്തരവാദിത്തം ഈ ഏഷ്യ കപ്പിന്റെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർക്കാണ്. അത് അവർ ചെയ്യുമായിരിക്കും. പക്ഷേ ഇന്നലെ ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ഇതിനെ നരേന്ദ്രമോദി കമ്പയർ ചെയ്തതിലും എനിക്കൊരു തെറ്റും തോന്നുന്നില്ല. കുറെ ആൾക്കാർ പറയുന്നുണ്ട് മതം പറഞ്ഞ് വിദ്വേഷം ഉണ്ടാക്കുന്നു, പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ വേറെ പല കാര്യങ്ങളും പറഞ്ഞിട്ട് അനാവശ്യ പ്രശ്നം ഉണ്ടാക്കുന്നു. ഇതൊന്നും അനാവശ്യ പ്രശ്നമല്ല. ഇത് നമ്മുടെ അഭിമാനമാണ്, നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹമാണ്, നമ്മുടെ ദേശീയതയാണ് നമ്മളുടെയൊക്കെ മനസ്സിൽ നിന്ന് ഉയർന്നു വരുന്നത്. അതിനെ അങ്ങനെ മാത്രം കണ്ടാൽ മതി. നമ്മുടെ ദേശീയതയാണ്, നമുക്ക് നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹമാണ്. ഇന്ത്യൻ ക്യാപ്റ്റൻ എടുത്ത നിലപാടുകളൊക്കെ തന്നെ പൂർണ്ണമായിട്ടും ശരിയാണ്. കപ്പ് അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ നമ്മൾക്ക് താല്പര്യമില്ല. വേറെ ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തിട്ട് നമുക്ക് തരാമായിരുന്നു. പക്ഷേ അവർക്ക് വാശിയാണ്. അയാള് ത്രൂഔട്ട് ഈ ഒരു മാച്ചിൽ നിന്നത് തന്നെ നമ്മളെ എങ്ങനെ പ്രകോപിപ്പിക്കണമെന്ന് നോക്കിക്കൊണ്ടായിരുന്നു. അയാൾ വന്നത് തന്നെ പാകിസ്ഥാന് ആ കപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ നടന്നില്ല, ചീറ്റിപ്പോയി. നമ്മൾ അതിനെ സമ്മതിക്കത്തില്ല. അതാണ് ഞാൻ പറഞ്ഞേ, ഇന്നലത്തെ മാച്ച് മുൾമുനയിലായിരിക്കണം നമ്മൾ എല്ലാവരും കണ്ടത്. വേറെ ഏത് രാജ്യത്തോടാണ് നമ്മൾ ഫൈനൽസ് കളിച്ചതെങ്കിലും നമ്മൾ അത്രയും ആകാംക്ഷയോടെ ആ മാച്ച് കാണത്തില്ല. ഇവൻ ഞാൻ ക്രിക്കറ്റ് മത്സരം ത്രൂ ഔട്ട് കുത്തിയിരുന്ന് കാണുന്ന ഒരു വ്യക്തിയല്ല. കാരണം എനിക്ക് ഇച്ചിരി ടെൻഷനുള്ള കൂട്ടത്തിലായതുകൊണ്ട് എനിക്ക് എന്ത് മത്സരമാണെങ്കിലും ത്രൂ ഔട്ട് ഇരുന്ന് കാണാൻ പറ്റത്തില്ല. ഞാൻ സ്കോർ എന്തുവാണെന്ന് നോക്കും, ജയിച്ചോന്ന് നോക്കും. അങ്ങനെയാണ് ഞാൻ യൂഷ്വലി ചെയ്യാറുള്ളത്. പക്ഷെ ഇന്നലെ ആ ഒരു മത്സരം മുഴുവനായിട്ടിരുന്ന് കണ്ടു. എനിക്ക് പേടിയായിരുന്നു. നമ്മുടെ വിക്കറ്റ് പോകുന്തോറും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു വിഷമം ഉണ്ടല്ലോ. പക്ഷേ ജയിച്ചപ്പോൾ ഉണ്ടായ ഒരു ജയിച്ചപ്പോൾ സമാധാനമാണുള്ളത്, അഭിമാനവും സമാധാനവുമാണുള്ളത്. അതായത് വേറെ എന്തിനേക്കാട്ടിലും നമ്മുടെ മനസ്സിലുണ്ടായ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് അഭിമാനമാണ്, സമാധാനമാണ്. കാരണം നമ്മൾ ആഗ്രഹിക്കുന്നത് സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. സമാധാനം ആഗ്രഹിക്കാത്തവരുടെ സമാധാനം കെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇന്ത്യ എപ്പോഴും അങ്ങനെ ചെയ്തിട്ടുള്ളൂ. നമ്മുടെ സമാധാനം കെടുത്തിയവരുടെ സമാധാനം നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അവരുടെ സമാധാനം എന്തിനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? മറ്റുള്ളവരെ ഉപദ്രവിക്കണം, മതത്തിന്റെ പേര് പറഞ്ഞ് വിദ്വേഷം ഉണ്ടാക്കി മറ്റുള്ളവരെ ഉപദ്രവിക്കണം, മറ്റുള്ളവരെ വിഷമിപ്പിക്കണം എന്ന് മാത്രം ചിന്തിച്ച് നടക്കുന്ന ഒരു പറ്റം ജനങ്ങളാണ് ആ രാജ്യത്തുള്ളത്. ആ രാജ്യത്തെ സാധാരണക്കാർ എന്ത് പിഴച്ചു എന്ന് നിങ്ങൾ പറയുമായിരിക്കാം. പക്ഷേ അവിടെയുള്ള 70% ആൾക്കാരുടെ ഉള്ളിലും ഈ ഒരു വിദ്വേഷ ചിന്താഗതിയാണുള്ളത്. ഈ ഒരു മത ചിന്താഗതി, മറ്റുള്ളവരെ ഉപദ്രവിക്കണം, അങ്ങനത്തെ ചിന്താഗതിയാണ്. അത് അവരുടെ ഉള്ളിലേക്ക് കുഞ്ഞിലേ മുതലേ ഈ മറ്റാൾക്കാർ ഇൻജെക്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. നമ്മൾ ആർക്കും ഈ വൃത്തികെട്ടവന്മാർക്ക് നമ്മൾ കൊട പിടിക്കുന്നില്ല. പക്ഷെ ആ രാജ്യം വൃത്തികെട്ട നികൃഷ്ട ചിന്താഗതിയുള്ള മനുഷ്യന്മാരെ എങ്ങനെയെങ്കിലും ഉപദ്രവിക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് കൊട പിടിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പൊ അവരെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഇപ്പൊ വേണമെങ്കിൽ പ്രതിപക്ഷ നേതാവൊക്കെ വലിയ വിമർശനവുമായിട്ട് വരും. അവർ പിന്നെ അങ്ങനെ ആണല്ലോ. ഈ സമാധാനം ആഗ്രഹിച്ച് നമ്മുടെ രാജ്യത്തിന്റെ സമാധാനം കെടുത്തിയ കുറെ ആൾക്കാരുണ്ട്. അതായത് കഷ്ടപ്പെട്ട് നമ്മുടെ പട്ടാളക്കാർ പിടിച്ചെടുത്തത് പോലും സമാധാനത്തിന്റെ പേരിൽ തിരിച്ചു കൊടുത്ത് വലിയ എന്തോ സംഭവമാണ് എന്ന് പറഞ്ഞ കുറെ ആൾക്കാർ നമ്മുടെ രാജ്യത്തിന്റെ ശാപമായിട്ട് നിന്നിരുന്നു. അവരിൽ നിന്നൊക്കെ ഇപ്പൊ നമ്മുടെ രാജ്യത്തിന് മോചനമുണ്ട്. ഇതേ രീതിയിൽ തുടർന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം ഇനിയും ഉയരും. ഈ ഉയർച്ച പക്ഷേ കുറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല. ആ കുറെ ആൾക്കാരിൽ കുറച്ചു പേര് ഇന്ത്യക്കകത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു മനസ്സമാധാനക്കേട്.